കാസിയയിൽ നിന്ന് 3 കിലോമീറ്റർ മാറി റോക്കാപൊറേന എന്ന കൊച്ചു ഗ്രാമത്തിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ റീത്തയുടെ ജനനം. പൊറേന നഗരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധരായി അറിയപ്പെട്ടിരുന്ന ദമ്പതികളാണ് ആന്റോണിയോ മഞ്ചീനിയും അമാത്ത ഫെറിയും. വിദ്യാഭ്യാസവും അറിവും കുറവായിരുന്നുവെങ്കിലും പൊറേനയിലെ ജനങ്ങൾ അവരെ ജ്ഞാനമുള്ളവരായി കണ്ടിരുന്നു. വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആന്റോണിയോയും അമാത്തയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിച്ചുകൂട്ടി. അവരുടെ ത്യാഗമനോഭാവവും സമർപ്പണവും വിശുദ്ധിയും സ്നേഹവും 1381 മെയ് മാസം 22-ാം തീയതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഏതു പേരാണ് അവൾക്ക് നൽകേണ്ടത് എന്ന പ്രാർത്ഥനയിൽ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ അവിടുന്ന് വെളിപ്പെടുത്തി നൽകിയ പേരാണ് റീത്ത. റീത്തയുടെ മാമോദിസായ്ക്ക് ശേഷം സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ആ സമയത്ത് എവിടെ നിന്നോ വളരെ വ്യത്യസ്തങ്ങളായ കുറേ വെളുത്ത തേനീച്ചകൾ പറന്നു വന്നു. ഉറങ്ങിക്കിടന്ന റീത്തയുടെ ചുറ്റും അവ പറന്നു നടക്കുകയും മുഖത്ത് ഇരിക്കുകയും ചെയ്തു. എന്നാൽ അവ ഉപദ്രവകാരികളല്ലായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അവൾക്കുണ്ടായിരുന്നത്. മറ്റു കുട്ടികൾ കളികളിൽ മുഴുകുന്നതും നല്ല വസ്ത്രങ്ങൾ അണിയുന്നതും വിനോദയാത്രകൾ നടത്തുന്നതും അവൾക്ക് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നുവെങ്കിലും സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ അവ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള മനസ്സ് അവൾ ചെറുപ്രായത്തിൽ തന്നെ കാണിച്ചിരുന്നു. ദേവാലയത്തിൽ പോകുന്നതും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതും റീത്തയ്ക്ക് അതീവ സന്തോഷത്തിന് കാരണമായി തീർന്നു. എല്ലാ ദിവസവും തനിക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്കായി മാറ്റിവെക്കുന്ന പതിവ് അമാത്ത അവളെ അഭ്യസിപ്പിച്ചു. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടി അവൾ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു. എല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും മരുഭൂമിയിലോ ഗുഹയിലോ ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞുകൂടുവാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ പ്രായമായ രോഗികളായ തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഒരു സന്യാസിനിയാക്കുന്നതിനുള്ള ആഗ്രഹം അവൾ പുറത്തു പറഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം റീത്തയുടെ മാതാപിതാക്കൾ മകളെക്കുറിച്ചുള്ള തങ്ങളുടെ സ്വപ്നം അവളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് അവളൊരു സന്യാസിനിയാവണമെന്നതായിരുന്നില്ല, മറിച്ച് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കണമെന്നതായിരുന്നു. തൻ്റെ നാഥനായ യേശുവിന് അവളുടെ കന്യകാത്വം ചെറുപ്രായത്തിൽ തന്നെ അവൾ സമർപ്പിച്ചിരുന്നു. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹവും ഈശോയുടെ മണവാട്ടിയാകണമെന്ന അവളുടെ ആഗ്രഹവും തമ്മിൽ വലിയൊരു സംഘർഷമുണ്ടാകുന്നതിന് ഇതിടയാക്കി. തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് മാതാപിതാക്കളോട് അവൾ സൂചിപ്പിച്ചുവെങ്കിലും വിവാഹ ജീവിതത്തിൽ തന്നെ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തിൽ അവർ ഉറച്ചു നിന്നു. തൻ്റെ പ്രാർത്ഥനാ മുറിയിലെത്തി ദിവസങ്ങളോളം കണ്ണുനീരോടെ അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെയധികം പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമൊടുവിൽ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് അവൾ സമ്മതം മൂളി. അങ്ങനെ കുലീനജാതനും റോക്കാപൊറേനയിൽ പേരും പ്രശസ്തിയുമുള്ള ഫെർഡിനാൻഡോയെയാണ് അവർ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. കുടുംബം നല്ലതായിരുന്നുവെങ്കിലും ഫെർഡിനാൻഡോയുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നില്ല ഗ്രാമവാസികൾക്കുണ്ടായിരുന്നത്. അവളുടെ ഭർത്താവിൻ്റെ ജീവിതം അത്ര മനോഹരമായിരുന്നില്ല എന്നത് അവളുടെ സഹനത്തിൻ്റെ ആഴം വീണ്ടും വർദ്ധിപ്പിച്ചു. പ്രാർത്ഥിച്ച് കാത്തിരുന്നതിന് ശേഷം സ്വന്തമാക്കിയ ഭർത്താവ് പ്രതീക്ഷക്കൊത്തുയർന്നില്ല എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായ യാതനകളിലേക്ക് അവളുടെ ജീവിതം കൊണ്ടെത്തിക്കുകയും ചെയ്തു. ചൂതുകളിയിലും മദ്യപാനത്തിലും തൻ്റെ പണം മുഴുവൻ ദൂർത്തടിച്ച ഫെർഡിനാൻഡോ വീട്ടുചെലവുകൾ വർദ്ധിക്കുവാൻ കാരണം റീത്തയുടെ ധാരാളിത്തമാണെന്ന് പഴി പറയുമായിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തുന്ന അദ്ദേഹത്തോടൊത്ത് കഴിയുക തികച്ചും ദുഷ്കരമായിരുന്നു. പലപ്പോഴും ദുസ്സഹമായ ചീത്തവിളികളും സ്നേഹരാഹിത്യവും അവൾക്ക് നേരിടേണ്ടതായി വന്നു. രാവും പകലും തൻ്റെ ഭർത്താവിൻ്റെ ശാരീരിക പീഡനത്തിന് സ്വയം നിന്നുകൊടുക്കുവാനല്ലാതെ അവൾക്ക് മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല. പരാതിയും പരിഭവവുമില്ലാതെ അവൾ എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാം സഹിച്ചു. ക്ഷമിക്കുവാനും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും പഠിക്കുന്നതിനുള്ള അവസരങ്ങളായി അവൾ സഹനങ്ങളെ കണ്ടു. പുണ്യങ്ങൾ അഭ്യസിക്കുവാൻ സഹനങ്ങൾ എത്രയോ അനിവാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. നാളുകളായി തൻ്റെ എല്ലാ ക്രൂരതകളും പരാതി കൂടാതെ സഹിക്കുകയും അതിലേറെ തന്നെ സ്നേഹിക്കുകയും ചെയ്ത റീത്തയുടെ വിശുദ്ധി ഫെർഡിനാൻഡോയെ ആകർഷിച്ചു തുടങ്ങി. നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നത് ശക്തിയല്ല, ഭീരുത്വവും ബലഹീനതയുടെ ലക്ഷണവുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദേഷ്യം വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും നിയന്ത്രണമില്ലാതെ റീത്തയെ ദ്രോഹിക്കുകയും ചെയ്തിട്ടും അത് പരാതി കൂടാതെ സഹിക്കുകയും തിരികെ സ്നേഹം മാത്രം നൽകുകയും ചെയ്യുന്നതിന് പിന്നിലെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം ബോധവാനായി തുടങ്ങി.
ഫെർഡിനാൻഡോ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞപ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി. കണ്ണുനീരോടെ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അദ്ദേഹം തൻ്റെ ഭാര്യയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുവാൻ തുടങ്ങി. അവരുടെ കുടുംബജീവിതത്തെ ഫലമണിയിക്കുവാൻ ഫെർഡിനാൻഡോയുടെ മാനസാന്തരം വരെ ദൈവം കാത്തിരുന്നു. ആദ്യം ജനിച്ച കുട്ടിക്ക് ജോൺ എന്ന് അവർ പേരിട്ടു. ഈ സന്തോഷം പൂർണ്ണമാക്കുവാനായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് മറ്റൊരു കുഞ്ഞിനെ കൂടി നൽകി അനുഗ്രഹിച്ചു. അവന് അവർ പോൾ എന്നാണ് പേരിട്ടത്. ദൈവം റീത്തയെ വീണ്ടും അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ ആരംഭമായി അവളുടെ ജീവിതത്തിൽ പിന്നെയും സഹനങ്ങൾ വന്നു തുടങ്ങി. ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ മരണവാർത്തയറിഞ്ഞ് അവൾ ഞെട്ടിപ്പോയി. ഒരു പ്രഭാതത്തിൽ യാത്ര പറഞ്ഞിറങ്ങിപ്പോയ ഭർത്താവിൻ്റെ മൃതശരീരമാണ് സുഹൃത്തുക്കൾ തിരികെ വീട്ടിലെത്തിക്കുന്നത്. പഴയ ചില ശത്രുക്കൾ തങ്ങളുടെ പക പോക്കുന്നതിനായി അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു. ഫെർഡിനാൻഡോയുടെ മരണത്തോടുകൂടി കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം റീത്തയുടെ കൈകളിലായി. അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിലും പുണ്യത്തിലും വളർത്തിയെങ്കിലും പ്രായപൂർത്തിയായപ്പോൾ ഒരു ദിവസം മക്കൾ രണ്ടുപേരും ചേർന്ന് പിതാവിൻ്റെ ഘാതകരോട് പകരം വീട്ടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടു. കണ്ണുനീരോടെ അവൾ മക്കളെ അടുത്ത് വിളിച്ച് ഉപദേശിക്കുവാൻ തുടങ്ങി. എങ്കിലും അവരുടെ മാനസാന്തരം വൈകുന്നതിൽ അവൾക്ക് അതിയായ വിഷമമുണ്ടായി. ദൈവത്തിന് മുമ്പിൽ തൻ്റെ മക്കളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വലിയൊരു സമർപ്പണവും നടത്താൻ അവൾ തീരുമാനിച്ചു. അവർ പാപം ചെയ്യുന്നതിനേക്കാൾ മരിച്ചു കാണുന്നതാണ് തൻ്റെ ഇഷ്ടമെന്ന് അവൾ ദൈവത്തിന് മുമ്പിൽ ഉണർത്തിച്ചു. ദൈവം റീത്തയുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോക ജീവിതത്തിൽ നിന്ന് തിരികെ വിളിച്ചു. അവളുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയവും ശക്തിയും കൂടി. റീത്തയുടെ സാന്നിധ്യം രോഗികൾക്ക് സൗഖ്യമായി തീർന്നു. അത്യാവശ്യത്തിന് മാത്രം ഭവനത്തിന് പുറത്തു വന്നിരുന്ന റീത്ത ജീവിച്ചിരുന്നപ്പോൾ തന്നെ ധാരാളം രോഗികളെ സുഖപ്പെടുത്തിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. റീത്ത ഏറെ സ്നേഹിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ സ്ഥാപിച്ച സന്യാസ സഭയിലെ സഹോദരിമാർ അന്ന് കാസിയായിലാണ് ഉണ്ടായിരുന്നത്. 2 മഠങ്ങളാണ് അവിടെ അവർക്കു വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നത്. അതിലൊന്നായിരുന്നു മഡലേനയിലെ സന്യാസ ഭവനം. ഏറെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം അതിയായ ആഗ്രഹത്തോടു കൂടി റീത്ത കാസിയയിലെത്തി. മഡലേന സന്യാസ ഭവനത്തിലെത്തി തൻ്റെ ആഗ്രഹം ആശ്രമാധികാരിയെ അറിയിച്ചു. സഭാ നിയമത്തിൽ വിധവകളെ പ്രവേശിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും അതുവരെയും ആരെയും അതിനനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പതിവ് തുടങ്ങുവാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കണം റീത്തയുടെ ആവശ്യം നിരസിക്കപ്പെടുകയാണുണ്ടായത്. കഠിന തപശ്ചര്യകളുടെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങൾ റീത്ത തള്ളി നീക്കുകയായിരുന്നു. ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും അവൾ തന്നെ വിശദീകരിച്ചു. ആത്മാവിൽ ലയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു രാത്രിയിൽ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം അവൾ കേട്ടു. അവളോട് സംസാരിക്കുന്ന ഒരു ശബ്ദം, വേഗം എഴുന്നേറ്റ് യാത്രയാവുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു. ജനലിലൂടെ നോക്കിയപ്പോൾ അവൾ കാണുന്നത് സ്നാപക യോഹന്നാനെ പോലെ അരയിൽ തോൽവാറും കയ്യിൽ വടിയുമായൊരു രൂപം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇറങ്ങി വരിക, കർത്താവിൻ്റെ മണവാട്ടിയായി നിന്നെ സന്യാസ ഭവനത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പുറത്തിറങ്ങി അവളുടെ മുൻപിൽ വിശുദ്ധ അഗസ്റ്റിൻ, പിന്നെ അവൾക്ക് കാവൽക്കാരനായി അവൾക്കേറെ ഇഷ്ടമുണ്ടായിരുന്ന വിശുദ്ധ നിക്കോളാസും. അങ്ങനെ അത്ഭുതകരമായി അവൾ വിശുദ്ധരുടെ അകമ്പടിയോടുകൂടെ അടച്ചിട്ടിരുന്ന മഡലേന മഠത്തിൻ്റെ വാതിലുകൾ കടന്ന് ഉള്ളിലെത്തി. അവളെ നയിച്ച വിശുദ്ധാത്മാക്കൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേ ദിവസം സന്യാസിനികൾ വന്നപ്പോഴാണ് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഉള്ളിൽ നിൽക്കുന്നത്. അവർ ഏക മനസ്സോടെ റീത്തയെ തങ്ങളുടെ സഹോദരിയായി സ്വീകരിച്ചു. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശനം ലഭിച്ചതോടുകൂടി അവൾ തൻ്റെ സകല സ്വത്തുക്കളും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. അങ്ങനെ അവൾ കാത്തിരുന്ന വ്രതവാഗ്ദാന സമയമായി. തൻ്റെ പ്രിയ മണവാളനു വേണ്ടി എല്ലാ പുണ്യങ്ങളും പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും സഹോദരിമാരുടെയും മുൻപിൽ അവൾ വാഗ്ദാനം ചെയ്തു. ഒരിക്കൽ അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഈശോയെ, അങ്ങ് സഹിച്ചതിൻ്റെ ഒരംശം ഞാനിപ്പോൾ ചോദിക്കുകയാണ്. അങ്ങയുടെ തിരുശിരസിൽ തറഞ്ഞുകയറിയ 72 മുള്ളുകളിൽ ഒന്നിൻ്റെ വേദന എനിക്ക് സഹിക്കുവാൻ തരുമോ? പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് കൂർത്ത ഒരു മുള്ള് താഴേക്കിറങ്ങി വന്നു. അത് റീത്തയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി. അതിൻ്റെ വേദനയാൽ അവൾ അബോധാവസ്ഥയിലായി. കർത്താവിൻ്റെ കരം അവളെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ വേദനയാൽ അവൾ മരിച്ചു പോകുമായിരുന്നു. ആ മുറിവിൻ്റെ വേദന അനുദിനം കൂടി വന്നു. സംഭവിച്ചതൊന്നും ആരോടും പറയാതെ അവൾ ആ മുറിവിനെ ദൈവതൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു.
അതിൻ്റെ ഭീകരത കണ്ട് പലപ്പോഴും സന്യാസിനികൾ ഭയന്നു പിന്മാറുമായിരുന്നു. ഒരിക്കൽ പരിശുദ്ധ പിതാവ് നിക്കോളാസ് അഞ്ചാമൻ പാപ്പ 1450 റോം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്തിരുന്നു. മഡലേന സമൂഹത്തിലെ കുറച്ച് സന്യാസിനികൾക്ക് അതിനുള്ള അനുവാദം ലഭിച്ചു. റീത്തയും തൻ്റെ അധികാരിയോട് റോം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള അനുവാദം ചോദിച്ചു. എന്നാൽ അവൾക്ക് തികച്ചും വ്യത്യസ്തമായൊരു മറുപടിയാണ് ലഭിച്ചത്. റീത്തയുടെ നെറ്റിയിൽ ഉണങ്ങാത്ത വളരെ ആഴത്തിലുള്ള അത്ഭുതകരമായ ആ മുറിവ് ഒരിക്കലും ഉണങ്ങിയിരുന്നില്ല. യാത്രയാവുന്ന സമയത്ത് ഈ മുറിവുകൾ ഉണങ്ങുകയാണെങ്കിൽ തീർച്ചയായും റീത്തയ്ക്ക് അവരോടൊപ്പം പോകാവുന്നതാണ് എന്നറിയിച്ചു. അത്ഭുതകരമായി അവളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി യാത്ര തിരിക്കുന്ന ദിവസം മുറിവ് സുഖപ്പെടുകയും അവൾ സഹോദരിമാരോടൊപ്പം റോം സന്ദർശിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയപ്പോൾ അവളുടെ നെറ്റിയിൽ വീണ്ടും ആ മുറിവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവൾ തൻ്റെ ശരീരത്തെ കഠിനമായി നിയന്ത്രിച്ചു. ദിവസം ഒരു പ്രാവശ്യം മാത്രമാണ് റീത്ത ഭക്ഷണം കഴിച്ചിരുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മഞ്ഞിൽ ഇറങ്ങി നിന്നുകൊണ്ടും കൈവിരലുകൾ തീയിൽ വച്ചും അവൾ ശരീരത്തെ വേദനിപ്പിക്കുമായിരുന്നു. വർഷത്തിലെ പല ദിവസങ്ങളും അവൾക്ക് അതികഠിനമായ ഉപവാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളും അവൾ അനുഷ്ഠിച്ചിരുന്നു. രാത്രിയിൽ വളരെ വൈകി പ്രാർത്ഥനയ്ക്ക് ശേഷം കിടന്നുറങ്ങിയിരുന്ന അവൾ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചിൽ 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയിരുന്നത്. കയറുകൊണ്ടുണ്ടാക്കിയ ഒരു ഉടുപ്പ് ശരീരത്തോട് ചേർത്ത് എപ്പോഴും അവൾ ധരിക്കുമായിരുന്നു. മുള്ളുകളും മുറിവേൽപ്പിക്കുന്ന ഇരുമ്പിൻ കഷ്ണങ്ങളും കൊണ്ടുണ്ടാക്കിയ പീഡനോപകരണങ്ങൾ ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഉണ്ടാക്കുമ്പോഴും അവളുടെ മുഖം പ്രകാശമായിരുന്നു. ധാരാളം ജനങ്ങൾ റീത്തയുടെ ഉപദേശം തേടുവാനും പ്രാർത്ഥന ചോദിക്കുവാനുമായി കോൺവെന്റിലെത്തുവാൻ തുടങ്ങി. സ്നേഹത്തിൻ്റെ വചനങ്ങളും സ്വർഗീയ സന്ദേശങ്ങളുമായി റീത്ത അവരെ സ്വീകരിച്ചു. പല രോഗികളും സുഖപ്പെട്ടു. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അസാധ്യമെന്ന് പലരും കരുതിയിരുന്ന പല കാര്യങ്ങളും അവളുടെ പ്രാർത്ഥനയിലൂടെ സാധ്യമാകുവാൻ തുടങ്ങി. ഒരിക്കൽ തൻ്റെ ഏകമകൾ മരിക്കാറായെന്ന വാർത്തയുമായി ഒരു സ്ത്രീ റീത്തയുടെ അടുക്കലെത്തി. ഡോക്ടർമാർ തൻ്റെ മകളെ കൈവിട്ടുവെന്നും ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂവെന്നും അവൾ പറഞ്ഞു. റീത്ത ആ സ്ത്രീയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനമായിരിക്കൂ, നിന്റെ മകൾ മരിക്കുകയില്ല. അതിനുശേഷം ചാപ്പലിലെത്തി റീത്ത കരങ്ങൾ വിരിച്ച് ആ സ്ത്രീയുടെ മകൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. അവർ വീട്ടിലെത്തിയപ്പോൾ കുട്ടി സുഖമായിരിക്കുന്നതാണ് കണ്ടത്. വേറൊരിക്കൽ പിശാച് ബാധിച്ചൊരു സ്ത്രീയുമായി കുറേ ആളുകൾ റീത്തയുടെ അടുക്കലെത്തി. വളരെ ക്രൂരമായിട്ടാണ് പിശാച് ആ സ്ത്രീയെ പീഡിപ്പിച്ചിരുന്നത്. ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം ഭീകരമായിരുന്നു അവളുടെ അവസ്ഥ. റീത്ത സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി. ആ സ്ത്രീയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചതും തൽക്ഷണം ആ സ്ത്രീ ബന്ധനത്തിൽ നിന്ന് മോചിതയായി. ഭീകരമായൊരലർച്ചയോടുകൂടെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പിശാച് അവളെ വിട്ടുപോയി. പരിശുദ്ധ പിതാവ് കലിസ്റ്റസ് മൂന്നാമൻ്റെ കാലത്ത് 1457 മെയ് മാസം 22-ാം തീയതി 46 വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം 76-ാമത്തെ വയസ്സിലാണ് തൻ്റെ നിത്യസമ്മാനത്തിനായി അവൾ യാത്രയായത്. റീത്തയുടെ മരണനേരത്തും ശവസംസ്കാര ചടങ്ങുകളുടെ സമയങ്ങളിലും വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. മരിച്ചപ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായ സുഗന്ധം പുറപ്പെടുവാൻ തുടങ്ങി. ആ മുറിയിൽ അത്ഭുതകരമായൊരു പ്രകാശം നിറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മനോഹരമായൊരു ശരീരമാണ് അവളുടെ മരണശേഷം അവിടെ കാണപ്പെട്ടത്. റീത്തയുടെ ബന്ധുവായൊരു സഹോദരിയുടെ കൈ തളർന്നതായിരുന്നു. ധാരാളം ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊതുദർശനത്തിന് വച്ചിരുന്ന റീത്തയുടെ ഭൗതിക ശരീരത്തിൽ സ്പർശിച്ചതും അവളുടെ തളർന്നുപോയ കരം ബലം പ്രാപിച്ചു. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും റീത്തയുടെ ശരീരം കേടുകൂടാതെ ഇരിക്കുന്നു. 1628 റീത്ത വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. എലിസബത്ത് ബർഗമേനി എന്ന പെൺകുട്ടിക്ക് റീത്തയുടെ മധ്യസ്ഥതയിലൂടെ കാഴ്ച ലഭിച്ചതാണ് തിരുസംഘം പഠനവിധേയമാക്കിയിരുന്നത്. രോഗം മൂലം കാഴ്ച നഷ്ടപ്പെട്ട ആ കുഞ്ഞിന് കാഴ്ച ലഭിക്കുക അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയിരുന്നു. കുട്ടിയെ കാസിയായിലെ അഗസ്റ്റീനിയൻ സന്യാസ ഭവനത്തിൽ കൊണ്ടുവന്ന് റീത്തയുടെ ഭൗതിക ശരീരത്തെ സ്പർശിച്ച ഒരു ഷാൾ അണിയിച്ചപ്പോൾ അത്ഭുതകരമായി അവൾക്ക് സൗഖ്യം ലഭിച്ചു. 1900 മെയ് മാസം 24-ന് പരിശുദ്ധ പിതാവ് ലിയോ 13-ാമൻ പാപ്പയാണ് റീത്തയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. കത്തോലിക്ക സഭ ആഘോഷമായി കൊണ്ടാടുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ റീത്തയുടെ തിരുനാൾ മെയ് 22-നാണ്. വിശുദ്ധ റീത്ത അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ വിശുദ്ധ എന്നാണ് അറിയപ്പെടുന്നത്. വിവാഹ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഭർത്താവിൻ്റെയും മക്കളുടെയും മരണവും പിന്നീട് സന്യാസിനിയായ ജീവിതവും
എല്ലാ സഹനത്തോടെയും വിശ്വാസത്തോടെയും സ്വീകരിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ റീത്ത. ക്ഷമ, സ്നേഹം, ദൈവവിശ്വാസം എന്നിവയുടെ ഉത്തമ മാതൃകയാണ് വിശുദ്ധ റീത്ത. കഷ്ടപ്പാടുകളുടെ നടുവിലും ക്രിസ്തുവിനെ അകറ്റാതെ ചേർത്ത് പിടിച്ച വിശുദ്ധ റീത്ത, അസാധ്യമെന്ന് തോന്നുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവകൃപയാൽ മാറ്റുവാൻ ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. സഹനത്തിൻ്റെ വഴിയിൽ നടന്ന് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷികളാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.